നമസ്കാരം. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മധ്യസ്ഥ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ കരയാക്രമണം നടത്താനായിരുന്നു നീക്കം. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കം രഹസ്യാന്വേഷണ ഏജൻസി മൊസാദ് തടഞ്ഞു. ഇതോടെയാണ് ദോഹയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചത്. വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ആക്രമണത്തിലൂടെ ഹമാസിന്റെ ഉന്നത നേതാക്കളെ വധിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെടുകയും ചെയ്തു. മൊസാദിന്റെ നിസ്സഹകരണമാണ് ഇതിന് കാരണമെന്നും വിലയിരുത്തലുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ പല ഓപ്പറേഷനും വിജയകരമാക്കിയ മൊസാദ് എന്തുകൊണ്ടാണ് ഖത്തറിൽ സഹകരിക്കാത്തതെന്നത് വ്യക്തമല്ല. കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതൃത്വ നിരയിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നില്ല. ഇത് ഇസ്രായേലിന് തിരിച്ചടിയാവുകയും ചെയ്തു. മധ്യസ്ഥ ചർച്ചയ്ക്കായി ഖത്തറിലെത്തിയ ഹമാസ് ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ, ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹീദ് ജബാറിൻ, ഷൂറ കൗൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാവിഷ്, വിദേശകാര്യ തലവൻ ഖാലിദ് മാഷൽ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ചൊവ്വാഴ്ച ഇസ്രായേലിന്റെ ആക്രമണം. നേതൃനിരയെ ഇല്ലാതാക്കിയാൽ ഹമാസ് നിർവീര്യമാകുമെന്ന കണക്കുകൂട്ടലാണ് വെടിനിർത്തൽ ചർച്ചയ്ക്കെത്തിയ നേതാക്കളെ വധിക്കാൻ ഖത്തറിന്റെ മണ്ണിൽ ആക്രമണം നടത്തിയത്. എന്നാൽ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രായേലിനായില്ല എന്നു മാത്രമല്ല, ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുകയും ചെയ്തു. മൊസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ബാർണിയ ഖത്തറിലെ ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തെ എതിർത്തതായി റിപ്പോർട്ടുണ്ട്. മൊസാദും ഖത്തറുമായി അടുത്ത ബന്ധമുണ്ട്. ഹമാസുമായുള്ള ചർച്ചയിലൂടെയാണ് ഇത് രൂപപ്പെട്ടത്. കരയാക്രമണം നടത്തിയാൽ ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ പ്രധാന മധ്യസ്ഥത വഹിച്ച ഖത്തറും ഇന്റലിജൻസ് ഏജൻസിയും തമ്മിലുള്ള ബന്ധം തകരുമെന്ന വിലയിരുത്തൽ മൊസാദിനുണ്ടായിരുന്നു. ഇത് ഭാവിയിൽ പ്രശ്നമാകും. ഇതാണ് എതിർപ്പിന് കാരണം. ഇതോടെ കരയാക്രമണത്തിന് പകരം ഇസ്രായേൽ 15 പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആക്രമണത്തിന് 10 മിസൈലുകളാണ് ഉപയോഗിച്ചത്. ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഖത്തറിന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ സംബന്ധിച്ച ലോകരാജ്യങ്ങൾ അപലപിക്കുന്നതിനിടയിലാണ് പുതിയ വിവരം പുറത്തുവരുന്നത്. ആക്രമണത്തിൽ ഹമാസ് പ്രതിനിധി സംഘത്തിന്റെ ബന്ധുക്കളും സഹായികളുമാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം പരാജയമാണെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിന് ഇത് തിരിച്ചടിയായി. ഹമാസിന്റെ ഖത്തർ ആസ്ഥാനമായുള്ള നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹമാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ പ്രതിരോധ സേനയിലെ ഭൂരിഭാഗവും ഖത്തറിനെതിരായ ആക്രമണം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ ചാനൽ 12 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ സൈനിക മേധാവി ഇയാൽ സമീർ, മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഗ്ഡി എന്നിവർ ഇതിനെ എതിർത്തുവെന്നാണ് വാർത്ത. അതായത് നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമായിരുന്നു ഖത്തർ ആക്രമണം. ആക്രമണത്തെ രാഷ്ട്ര ഭീകരവാദമെന്നും മധ്യസ്ഥ ശ്രമങ്ങളെ വഞ്ചിക്കുന്ന നടപടിയാണ് എന്നുമാണ് ഖത്തർ പരസ്യമായി വിശേഷിപ്പിച്ചത്. ഗാസയിൽ നിന്നും ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഖത്തറിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത്. ഈ സമയത്ത് ആക്രമണം നടത്തിയ ഇസ്രായേലിന്റെ തീരുമാനമാണ് പരക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ ആക്രമണത്തിൽ മൊസാദ് പങ്കെടുത്തില്ലെന്നത് വിഷയത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ള, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത 2 ഇസ്രായേലികളാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റുമായും പങ്കുവച്ചത്. ദോഹയിൽ ഒത്തുകൂടിയ ഹമാസ് നേതാക്കളെ വധിക്കുന്നതിനായി ഏജന്റുമാരെ അയക്കാനായിരുന്നു ഇസ്രായേലിന്റെ തീരുമാനം. മൊസാദ് നിരസിക്കുകയായിരുന്നു എന്നാണ് രഹസ്യ വിവരം കൈമാറിയവരും പറയുന്നത്. താനും തന്റെ ഏജൻസിയും ഖത്തറുമായി വളർത്തിയെടുത്ത ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമെന്ന ആശങ്ക മൊസാദ് തലവൻ പങ്കുവച്ചു. അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ട ആക്രമണത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും മന്ത്രി റോൺ ഡെർമറും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു.